എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ചിക്കൻ്റെയും റൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മളിന്ന് ഉണ്ടാക്കുന്നത് ബേക്ക്ഡ് ചിക്കനും ഗാർലിക് റൈസുമാണ്. നല്ല സോഫ്റ്റായിട്ട് നല്ല മോയിസ്റ്റായിട്ട് എങ്ങനെയാണ് ചിക്കൻ ബേക്ക് ചെയ്തെടുക്കുന്നത് നോക്കാം. ഗ്രില്ല് ചെയ്യുന്നതിനെക്കാട്ടിലും ഒന്നുകൂടി നല്ല ടേസ്റ്റുമാണ്, അതുപോലെ തന്നെ സോഫ്റ്റ്നെസ്സും ഉണ്ട്. അപ്പോൾ അധികം താമസിയാതെ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എരിവുള്ള മുളക് പൊടിയും ചേർക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വീട്ടിൽ തന്നെ പൊടിച്ച ഗരം മസാല, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും, പിന്നെ ഒരു 2 ടീസ്പൂൺ കസൂരി മേത്തിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കാം. ഇനി നമ്മൾ തൈരും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ തൈരും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ ഒലിവ് ഓയിൽ അല്ലാന്നുണ്ടെങ്കിൽ അവക്കാഡോ ഓയിൽ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഏത് വേണമെങ്കിലും ഒഴിക്കാം. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഓയിലിന് പകരം നിങ്ങൾക്ക് ബട്ടറും എടുക്കാവുന്നതാണ്. ഇതിലേക്ക് ചിക്കൻ തൈസ് തൊലിയോട് കൂടിയിട്ടുള്ളത് വരഞ്ഞു വെച്ചിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ടാണ് ചേർക്കുന്നത്. ഇനി മുഴുവനെ ആണെങ്കിൽ അങ്ങനെയും ചേർക്കാവുന്നതാണ്. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മിനിമം 1 മണിക്കൂറെങ്കിലും ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് 200 ഡിഗ്രി സെൽഷ്യസിൽ ഓവൻ പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ബേക്കിംഗ് ട്രേയിൽ ഈ ചിക്കൻ പീസുകൾ നിരത്തി കൊടുക്കാം. നിരത്തി കൊടുക്കുമ്പോൾ ഒരുപാടങ്ങ് കുത്തി നിറയ്ക്കാതെ ഇതുപോലെ സ്പേസ് ഇട്ട് വേണം നിരത്തി കൊടുക്കാനായിട്ട്. പ്രീഹീറ്റായി കിടക്കുന്ന അവനിലേക്ക് നമ്മൾ ട്രേ വെച്ച് കൊടുത്തു. ആദ്യം ഇതൊരു 45 മിനിറ്റ്സ് തുറന്നു വെച്ച് ഒരു സൈഡ് വേവിച്ചെടുത്തിട്ട് എല്ലാ ചിക്കൻ പീസുകളും മറിച്ചിട്ടിട്ട് വീണ്ടും ഒരു 10 മിനിറ്റ് അതേ ടെമ്പറേച്ചറിൽ തന്നെ ഒന്ന് ബേക്ക് ചെയ്ത് എടുക്കാം. ഇനി ആ ഒരു സമയം കൊണ്ട് നമുക്കിതിന് മുകളിലായിട്ടുള്ളൊരു സോസ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് മയണൈസ് എടുക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് എരിവുള്ള ഒരു സോസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് പകരം നിങ്ങൾക്ക് കെച്ചപ്പ് അല്ലെങ്കിൽ ചില്ലി സോസ് ഏത് വേണമെങ്കിലും എടുക്കാം. പിന്നെ കുറച്ച് ചില്ലി ഗാർലിക് പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ സ്റ്റെപ്പ് ഓപ്ഷണലാണ്, ഇങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ചിക്കൻ ഇപ്പോൾ ഒരു 50 മിനിറ്റ് ആയിട്ടുണ്ട്. മൊത്തത്തിൽ ചിക്കൻ പീസുകളെല്ലാം ഒന്നുകൂടെ തിരിച്ച് ആ സ്കിൻ ഭാഗം മുകളിൽ വരുന്ന രീതിയിലാക്കിയിട്ട് നമ്മളിപ്പോൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സോസ് ഇതിന് മുകളിലായിട്ട് ബ്രഷ് ചെയ്തെടുക്കാം. ഇത് തികച്ചും ഓപ്ഷണലാണ്. അപ്പം ഒരു എക്സ്ട്രാ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമ്മൾ ഇത് ഗ്രില്ല് ചെയ്തെടുക്കാൻ പോവാണ്. നമ്മുടെ അവനിൽ ഗ്രിൽ മോഡ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു ഗ്രില്ല് വെച്ചിട്ട് ആ മോഡ് വെച്ചിട്ട് ഒരു 5 മുതൽ 10 മിനിറ്റ് വരെ ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കാം. ഗ്രിൽ മോഡ് എന്ന് പറയുന്നത് ബ്രോയിൽ മോഡാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. നല്ല ജ്യൂസി ആൻഡ് സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഗാർലിക് റൈസിന് വേണ്ടിയിട്ട് നമ്മളൊരു 2 കപ്പ് ബാസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. ഇത് കുറച്ചധികം വെള്ളത്തിൽ നന്നായിട്ടൊന്ന് വേവിച്ചിട്ട് അതിൻ്റെ വെള്ളം ഊറ്റി കളഞ്ഞിട്ട് വേണം എടുക്കാനായിട്ട്. വറ്റിച്ചിട്ടല്ല നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ അരി ഇതുപോലെ ഒന്ന് സ്ട്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഗാർലിക് സീസണിങ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് 2 ക്യൂബ് ബട്ടർ എടുത്തിട്ടുണ്ട്. അത് പാനിലേക്ക് ഇട്ട് കൊടുക്കാം. അതൊന്ന് ഉരുകി വരുമ്പോഴത്തേക്ക് കുറച്ച് അധികം വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞത് അത് നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കാവുന്നതാണ്. പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിയില പൊടിയായിട്ട് അരിഞ്ഞത്. മല്ലിയിലയ്ക്ക് പകരം നിങ്ങൾക്ക് സ്പ്രിംഗ് ഓണിയനും എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് കുറച്ച് എരിവിനാവശ്യമായിട്ടുള്ള ചില്ലി ഫ്ലേക്സ്. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല എരിവുള്ള ചില്ലി ഫ്ലേക്സ് ആണ്. കുറച്ച് ഉപ്പും കുരുമുളകും കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഒരു പുളിക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് സോയ സോസ് അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് വിനീഗർ ചേർക്കാം. നമ്മളിവിടെ 1 ടീസ്പൂണോളം സോയ സോസാണ് ചേർക്കുന്നത്. അപ്പോൾ നമ്മുടെ ഒരു ഗാർലിക് സീസണിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് റൈസൊക്കെ ഉണ്ടെങ്കിൽ റൈസ് നമ്മൾ ഈ പാത്രത്തിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കാം. ഇത് 2 കപ്പ് റൈസ് ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ ആ ഒരു സീസണിങ് റൈസിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇതൊരു ഫ്രൈഡ് റൈസ് അല്ല, പക്ഷേ ഒരു ഗാർലിക് ഫ്ലേവേർഡ് റൈസാണ്. അവസാനം കുറച്ച് ഫ്രൈഡ് ഗാർലിക് ഇതിന് മുകളിലായിട്ടൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഗാർലിക് റൈസും റെഡിയായി. ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നമ്മൾ കുറച്ച് ബ്രോക്കലി സ്റ്റീം ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് സാലഡും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു. സാലഡും റൈസും ബ്രോക്കലിയും ചിക്കനും നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ കഴിഞ്ഞ ദിവസം നമ്മളൊരു മീൽ പ്രെപ്പിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ടു നോക്കിയിട്ടില്ലാത്തവർ കണ്ടു നോക്കണം. അതുപോലെ തൈറോയ്ഡ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ വരും ദിവസങ്ങളിൽ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും മറക്കാതെ കാണുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്